ബിഗ് ബോസ് എല്ലാവരെയും ലിവിങ് റൂമിലേക്ക് വിളിച്ചിട്ട് പറയുന്നുണ്ട്, ആര്യൻ, അക്ബർ, നെവിൻ, നിങ്ങൾ 3 പേരിൽ ആരാണ് ഈ ആഴ്ചയിലെ ക്യാപ്റ്റൻ? ഇത്തരം പറയുന്നുണ്ട്, ടാസ്ക് കഴിയാതെ പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം ബിഗ് ബോസിൻ്റെ ഒരു അനൗൺസ് ഉണ്ട്. ബിഗ് ബോസ് പറയുന്നുണ്ട്, ഒരു വ്യത്യാസം, 7ൻ്റെ പണിയല്ലേ, ഒരു മാറ്റം വെക്കാം, ഇത് 3 പേരെയും ക്യാപ്റ്റനാക്കാം ഒരുമിച്ച് തന്നെ. ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരേ സമയം 3 ക്യാപ്റ്റന്മാർ ഒരാഴ്ചയിൽ. ഇതാ വരുന്നു ബിഗ് ബോസിൻ്റെ വമ്പൻ ട്വിസ്റ്റ്. 3 പേര് ഒരുമിച്ച് ക്യാപ്റ്റനാവുന്ന ചരിത്രമാണ് ബിഗ് ബോസിൽ ഇപ്പോൾ നടന്നത്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഒരു കണ്ടീഷൻ. ഈ ഒരു ക്യാപ്റ്റനാവുന്ന ആർക്കും നോമിനേഷൻ മുക്തി എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. ഇവർ 3 പേരെയും ക്യാപ്റ്റനാക്കിയപ്പോഴത്തേന് ഭയങ്കര ആർപ്പുവിളിയും ബഹളവും ഒക്കെ ആയിരുന്നു ലൈവിൽ നടന്നുകൊണ്ടിരുന്നത്. അനുമോൾ ഉൾപ്പെടെയുള്ളവർ ആലോചിക്കുകയാണ്, അപ്പോൾ 3 പേരെയും നോമിനേഷനിൽ നിന്ന് മുക്തരാക്കുമോ? ഷാനവാസും ഒക്കെ ടെൻഷനിലായി. പക്ഷേ 5 മിനിറ്റ് പോലും ആ സന്തോഷം നീണ്ടു നിന്നില്ല. അപ്പോൾ തന്നെ ബിഗ് ബോസിൻ്റെ അനൗൺസ് വന്നു, ആർക്കും നോമിനേഷൻ മുക്തിയില്ല. അതോടെ തീർന്നു. 3 പേരും ശാന്തമായിട്ട് മാറുന്നു. പക്ഷെ അപ്പോഴത്തേനും ആരവവും ആർപ്പുവിളിയും ബഹളവും ലൈവിൽ. ഷാനവാസ്, നൂറ, ആദില, അനുമോള്, എല്ലാ ആൾക്കാരും, അനീഷ് ഉൾപ്പെടെയുള്ളവർ മൊത്തം പേർക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇവന്മാർ 3 പേരും കൂടെ ഒരു ടീമാണ്. ഇവർക്ക് നോമിനേഷൻ മുക്തിയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവന്മാർ ആ വീട്ടിലൊരാൾക്ക് നിൽക്കാൻ കൊടുക്കത്തില്ല. അതേപോലെ പ്രശ്നങ്ങളായിരിക്കും. അപ്പം അത്ര സന്തോഷത്തിൽ ഇവർ കിടന്ന് തുള്ളിച്ചാടിയതാണ്. പക്ഷേ 5 മിനിറ്റ് പോലും ആ ഒരു സന്തോഷം നിലനിർത്താനായിട്ട് നമ്മുടെ ബിഗ് ബോസ് സമ്മതിച്ചില്ല. ബിഗ് ബോസ് അപ്പോഴേ അനൗൺസ് ചെയ്തു, നോമിനേഷൻ മുക്തി ആർക്കും ഇല്ല. ബിഗ് ബോസ് കൂടെ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട്, പൊളിയല്ലേ, സൂപ്പറല്ലേ? എന്തായാലും 7ൻ്റെ പണിയെന്ന് പറഞ്ഞാൽ ഇവർക്കാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ക്യാപ്റ്റൻ ആവുകയും ചെയ്തു, എന്നാൽ നോമിനേഷൻ ഫ്രീ ആയതുമില്ല. അങ്ങ് ആകെ ടെൻഷനിലായി 3 പേരും. പക്ഷേ അവർ പുറമേ കാണിക്കുന്നില്ല, ഇവരുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി ഭയങ്കര ആർപ്പുവിളിയും ബഹളവും ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ 3 പേരും ഒരു ടീം തന്നെയല്ലേ.